ഹായ് ഹലോ കൂട്ടുകാരെ, സാഗറിന്റെ കള്ളത്തരം കൈയോടെ പൊക്കുന്നതിന് വേണ്ടി മഹാലക്ഷ്മിയോട് ഒരൽപ്പം ക്രൂരമായി പെരുമാറുന്ന കണ്ണനും ലേഖയും അനന്തവുമാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രധാന ഹൈലൈറ്റ്. അങ്ങനെ സാഗറിനെയും കൂട്ടി കണ്ണൻ അനന്തുവിൻ്റെ വീട്ടിലെത്തുകയാണ്. താൻ പറഞ്ഞതെല്ലാം കണ്ണൻ വിശ്വസിച്ചു എന്നുള്ള ആത്മവിശ്വാസമാണ് സാഗറിൻ്റെ മുഖത്ത്. ഇനി മഹാലക്ഷ്മി എത്തി എന്തൊക്കെ പറഞ്ഞാലും കണ്ണൻ വിശ്വസിക്കില്ല എന്നും സാഗർ പ്രതീക്ഷിക്കുന്നു. മേഘൻ പറഞ്ഞ് തന്നെ ഏൽപ്പിച്ച പണി വൃത്തിയായി ചെയ്തു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മേഘൻ തരുന്ന പൈസയും മേടിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങണം എന്നാണ് സാഗറിൻ്റെ ഉദ്ദേശം. അതേസമയം അനന്തുവിൻ്റെ ഹിഡൻ ക്യാമറയിൽ നിന്നും കണ്ണൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്നുള്ളത് സാഗറിന് ഇതുവരെയും മനസ്സിലായിട്ടില്ല. കൂടാതെ കണ്ണൻ ഒന്നും വിട്ട് പറയുന്നുമില്ല. ഈ സമയത്ത് ലേഖ മഹാലക്ഷ്മിയെ വിളിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമെന്ന് ലേഖ പറയുന്നുണ്ട്. ഇത് കേട്ട് മഹാലക്ഷ്മി ആകെ പരിഭ്രാന്തയായി. മഹാലക്ഷ്മി വരുമ്പോൾ സാഗറെ കാണുന്നു. സാഗർ നടന്ന കാര്യങ്ങളെല്ലാം കണ്ണനോട് പറഞ്ഞിട്ടുണ്ടെന്നും സാഗർ നടന്ന കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ച് കണ്ണനോട് പറഞ്ഞിട്ടുണ്ടെന്നും ഇനി താൻ എന്തു പറഞ്ഞാലും കണ്ണൻ വിശ്വസിക്കില്ല എന്നുള്ള സത്യവും മഹാലക്ഷ്മി മനസ്സിലാക്കുന്നു. ഇതേസമയം കമലേശ്വരത്ത് ആഘോഷം നടക്കുകയാണ്. കരുണയും ദുർഗയും മഞ്ജുവും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇന്ന് കണ്ണൻ തന്നെ മഹാലക്ഷ്മിയെ വിചാരണ ചെയ്ത് അവളെ ജീവിതത്തിൽ നിന്നും പുറത്താക്കുന്ന ദിവസമാണെന്ന് കൂടി പറയുന്നു. ഇതേ സമയത്ത് മേഘൻ കൂടി കമലേശ്വരത്തേക്ക് എത്തുകയാണ്. മഹാലക്ഷ്മി കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും പുറത്തു പോകുന്ന സ്ഥിതിക്ക് താൻ ഇനി ചിങ്ങമാസം വരെ കാത്തിരിക്കുന്നില്ല എന്നും തൊട്ടടുത്ത മുഹൂർത്തത്തിൽ തന്നെ മഞ്ജുവുമായിട്ടുള്ള വിവാഹം നടത്താമെന്നും മേഘൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മഹാലക്ഷ്മി ഇവിടുന്ന് പുറത്തായാൽ അവൻ്റെ വണ്ടി ഉന്തിക്കൊണ്ട് നടക്കാൻ അല്ലെങ്കിൽ അവൻ്റെ വീൽ ചെയർ ഉന്തിക്കൊണ്ട് നടക്കാൻ ഇനി ആരും ഉണ്ടാവില്ല എന്നും ഇനി ഇവിടുത്തെ കാര്യങ്ങളും ബിസിനസ്സുമെല്ലാം ഉണ്ണിയാണ് നോക്കി നടത്തുന്നതെന്നും പറഞ്ഞ് അഭിമാനം കൊള്ളുകയാണ് കരുണ. ഇതേസമയം മഹാലക്ഷ്മിയുടെ വിചാരണ അവിടെ കടുക്കുകയാണ്. കണ്ണൻ പറയുന്നു, എനിക്കൊരു സമയത്ത് എന്നേക്കാൾ വിശ്വാസമായിരുന്നു നിന്നെ, പക്ഷേ നീ തന്നെ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു. സാഗർ കാര്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. നിന്റെ മുത്തശ്ശിയും അച്ഛനും പലപ്പോഴും നിന്നെക്കുറിച്ച് എന്നോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടും ഞാൻ അതൊന്നും കേൾക്കാതെ അവർക്കെതിരെ പോലും സംസാരിച്ചതാണ്. എന്നോടാണ് നീ ചതി ചെയ്തത്. ഇത് കേട്ട് മഹാലക്ഷ്മി ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ചേട്ടാ എന്ന് പറഞ്ഞ് കണ്ണൻ്റെ കാലിൽ വീഴുകയാണ്. പക്ഷേ മഹാലക്ഷ്മിയെ ഒഴിവാക്കുകയാണ് കണ്ണൻ ചെയ്തത്. തുടർന്ന് മഹാലക്ഷ്മി പറയുന്നു, എൻ്റെ ക്യാബിനിൽ വന്ന് ഇവനാണ് എന്നോട് അപമര്യാദയായി പെരുമാറിയത്. കണ്ണേട്ടൻ ചോദിച്ചിരുന്നല്ലോ എന്തുകൊണ്ട് സാഗറിനെ ഒഴിവാക്കുന്നുവെന്ന്. ഇവൻ മോശമായി പെരുമാറിയത് കൊണ്ടാണ് ഞാൻ ഇവനെ ഒഴിവാക്കിയത്. അതാണ് സത്യം. അപ്പോൾ കണ്ണൻ പറയുന്നു, ഇക്കാര്യങ്ങളെല്ലാം തനിക്ക് മുന്നേ തന്നെ എന്നോട് തുറന്ന് പറയാമായിരുന്നു. പക്ഷെ താനത് ചെയ്തില്ല. അതായത് താൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിക്കുന്നുണ്ട്. എന്നാൽ സാഗർ എൻ്റെ അടുത്ത് വന്ന് സത്യം പറയുക കൂടി ചെയ്ത സ്ഥിതിക്ക് സത്യം സാഗറിൻ്റെ ഭാഗത്താണ്. ഇത് കേട്ട് ലേഖയും മഹാലക്ഷ്മിയോട് വളരെ മോശമായി തന്നെ സംസാരിക്കുന്നുണ്ട്. കണ്ണൻ്റെ പണവും പ്രശസ്തിയും കണ്ട് മാത്രമാണ് നീ കണ്ണനെ കല്യാണം കഴിച്ചതെന്നും അതുകൊണ്ട് ഇനി ഈ സാഹചര്യത്തിൽ നിനക്ക് കണ്ണൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല എന്ന് ലേഖ പറയുന്നു. കൂടാതെ ലേഖ മഹാലക്ഷ്മിയെ ആ വീട്ടിൽ നിന്നും തള്ളി ഇറക്കുകയും പുറത്ത് മുറ്റത്തേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. ഇവിടെ മഹാലക്ഷ്മി തറയിൽ വീണുകൊണ്ട് വളരെയധികം കരയുകയും വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് സാഗറിനെ കൈയോടുകൂടി പൂട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സാഗറിനെ കൈയോടുകൂടി പിടിക്കുന്നതിന് വേണ്ടിയാണ് കണ്ണനും ലേഖയും അനന്തവും ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ ഇത്രത്തോളമായ സ്ഥിതിക്ക് സാഗർ പറയുന്നു, എനിക്കിനി ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നു, നീ ഇതും കൂടി ഒന്ന് കണ്ടിട്ട് പോ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.